സൈക്കോ ലവ്. രചന ആശാദേവി. അവതരണം സാലിം കരുളായി. ജഗൻ സേത് കിടക്കുന്ന ബെഡിന് അരികിൽ തന്നെയുള്ള ചെയറിലിരുന്നു. മഹിയും സേനും കൂടി ക്യാൻറ്റീനിലേക്ക് പോയതാണ്. സേത് ഇപ്പോഴും ഒരേ കിടപ്പ് തന്നെയാണ്. സേതു. ജഗൻ അവളെ അല്പം പതർച്ചയോടെ വിളിച്ചു. അവളവനെ നോക്കിയില്ല. മുഖം ശാന്തമാണ്. ജഗൻ ആകെ വീർമുമുട്ടി. അവളുടെ തലയിൽ വെച്ചുകെട്ടിലേക്ക് അവനൊന്ന് നോക്കി. ആ മുറിവ് അവൻ്റെ മനസ്സിനെ വല്ലാതെ നോവിച്ചു. വാത്സല്യത്തോടെ ജഗൻ സേതുവിൻ്റെ കവളിൽ പതിയൊന്ന് തലോടി. ജഗന്റെ സേതുട്ടി എന്നെ മിണ്ടാത്തേ? വയ്യാകിയൊക്കെ മാറിയപ്പോൾ എന്നെ വേണ്ടതായോ നിനക്ക്? ചോദിക്കണമെന്ന് വെച്ച് ചോദിച്ചതല്ല, അറിയാതെ മനസ്സിൻ്റെ വിങ്ങൽ പുറത്തേക്ക് വന്നു പോയതാണ്. ജഗൻ നിറഞ്ഞ മിഴികളോട് ഓർത്തു. പണ്ട് താൻ എത്ര നോവിച്ചാലും തനിക്കരികിലേക്ക് തന്നെ കൊഞ്ചി വരുമായിരുന്നവൾ എന്നോർക്കെ അവൻ്റെ ഹൃദയം പിടഞ്ഞു നേറി. സേതു മിഴികൾ അവനെ നേരെ ചലിപ്പിച്ചില്ല. പകരം അവളുടെ മിഴികൾ നിറഞ്ഞു തൂവി. ജഗൻ അവളുടെ കവളിലൂടെ ഒഴുകിയിറങ്ങിയ നീർത്തുള്ളിയെ തൻ്റെ കൈപ്പത്തിയാൽ തുടച്ചു നീക്കി. ഒന്നോർത്ത് മനസ്സ് കരക്കണ്ട, നീ റെസ്റ്റ് എടുത്തോളൂ, ഞാൻ ഇവിടെ തന്നെ കാണും, എങ്ങും പോവില്ല. അതിന് തിരികെ ഒരു ഉത്തരം കൊടുക്കാതെ സേതു തൻ്റെ മിഴികൾ അടച്ചു. ജഗൻ കലങ്ങി മറിഞ്ഞ മനസ്സോടെ അവൾക്ക് അരികിലേക്കിരുന്നു. ജിത്തു തനിക്ക് മുമ്പിൽ നിൽക്കുന്നതിന് ഭീതിയോടെ നോക്കി. അവൻ്റെ നെറ്റിയും ചുണ്ടുമെല്ലാം പൊട്ടി മുറിഞ്ഞിരുന്നു. അബി. ജിത്തു ദയനീയമായി വിളിച്ചു പോയി. നമ്മുടെ അച്ഛനെ ഇല്ലാതാക്കി അവൻ്റെ കുടുംബം മൂച്ചൂട് മൂടിപ്പിക്കും ഞാൻ. മിഴികളിൽ അത്രമേൽ വന്യത നിറച്ചുകൊണ്ട് പറയുന്ന അഭിഷേക് എന്ന തൻ്റെ അനിയനെ ഭീതിയോടെ നോക്കി ജിത്തു. അസുരനാണവൻ. അവൻ്റെ കണക്ക് പുസ്തകത്തിൽ ഇടം നേടിയവർ ആരും തന്നെ രക്ഷപ്പെട്ട ചരിത്രമില്ല. ക്രൂരത നിറഞ്ഞ മനസ്സും പൂർണ്ണ ബുദ്ധിയുമുള്ള രാക്ഷസൻ. അബി വേണ്ട, നമ്മുടെ അച്ഛനെ ഇല്ലാതാക്കിയ ആളും മരിച്ചില്ലേ, പിന്നെ ആരോടാണ് നിനക്ക് പക? നമ്മുടെ അച്ഛൻ്റെ തന്നെ രക്തമായ അപ്പച്ചിയോടോ, അതോ അവർ നൊന്ത് പ്രസവിച്ച അവരുടെ മക്കളോടോ? നിത്യ നിവിയും ഇതിൽ നിരപരാധികളല്ലേടാ, അവർക്കൊന്നും അറിയില്ല. അപ്പച്ചി ഇന്നും കൂടി എന്നെ വിളിച്ച് പ്രഭാകരൻ വീട്ടിൽ വന്നില്ലെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടു. അയാൾ മരിച്ചതുപോലും അവൾക്ക് അറിയില്ല. ജിത്തു അബിയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അബി പൂച്ചത്തോടെ ജിത്തുവിനെ കേട്ടിരുന്നു. മരിച്ചു പോയെങ്കിൽ എന്താ, എനിക്ക് അവൻ്റെ ആത്മാവിനോട് പകവീട്ടാൻ സാധിക്കും ജിത്തു. അവൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടരുത്, അതിനവൻ്റെ പ്രിയപുത്രി അവൾ നരകിക്കണം. സ്വന്തം മകളുടെ ദുഃഖ ജീവിതം കണ്ട് അയാളുടെ ആത്മാവ് സമാധാനം കിട്ടാതെ അലയണം. അഭിഭ്രാന്തമായി പറയുന്നത് കേട്ട് ജിത്തുവിൻ്റെ മനസ്സിൽ ഭീതി നിറഞ്ഞു. ശരിക്കും മെൻ്റലാണ് അഭി. അവൻ്റെ രീതികൾ, പക, സ്നേഹമെല്ലാം വല്ലാത്ത ഭ്രാന്താണ്. അമ്മ മരിച്ചതിൽ പിന്നെ അച്ഛനായിരുന്നു അവനെല്ലാം. അതുകൊണ്ട് തന്നെ അവൻ അടങ്ങിയിരിക്കില്ല. ജിത്തുവിനാകെ തലപെരുത്തു. അബിയെ നിയന്ത്രിക്കാൻ കൂടുതൽ ശ്രമിച്ചാൽ തന്നെയും അവൻ കൊന്നു തള്ളുമെന്ന് ജിത്തുവിന് നന്നായി അറിയാമായിരുന്നു. ബെഡിൽ തളർന്നു കിടക്കുന്നവൾ സത്യം ഒന്ന് നോക്കി. അവൻ്റെ മിഴികൾ കൂർത്തു. ശിവ എപ്പോഴും അവനോട് പിണക്കമാണ്. അവളുടെ വാശിയോ പിണക്കമോ ഒന്നും അവൻ അവളിൽ നിന്നും അല്പം പോലും അകലാൻ അനുവദിച്ചില്ല. സത്യ ശിവയുടെ അല്പം ഉയർന്ന പാവാടയിലേക്ക് നോക്കി. അവളുടെ വെളുത്ത കാലുകൾ കണ്ട് അവൻ പതിയെ അവിടെ നിന്ന് തഴകി. സത്യക്ക് അവളുടെ ആ നിമിഷം വല്ലാത്ത കൊതി തോന്നി. അനക്കമൊന്നുമില്ലാതെ കിടക്കുന്നവളെ കണ്ട് അവൾ പിണക്കി കിടക്കുവാണെന്ന് അവന് മനസ്സിലായി. സത്യപതി അവളുടെ വലത് കാൽപാദം തൻ്റെ കയ്യിലെടുത്ത് നേർമയാന്ന് ചുംബിച്ചു. അവൻ്റെ മിഴികൾ അവളുടെ മുഖത്ത് തെറിച്ചു. അവളിൽ ഭാവമാറ്റമൊന്നും അവൻ കണ്ടില്ല. ശാന്തമായി ഉറങ്ങുകയാണവൾ. പാറൂട്ടാ. അവനോട് ആർദ്രമായി വിളിച്ചു. ദേവേട്ടൻ്റെ പൊന്നനോട് പിണക്കാണോ? ഞാൻ അറിഞ്ഞുകൊണ്ടല്ലടാ, എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ട് സംഭവിച്ചു പോയതാ. ഇനി ഇങ്ങനെയൊന്നും എന്നെ പ്രവോക്ക് ചെയ്യാതിരുന്നാൽ മതി. എന്നോടൊന്ന് മിണ്ട് പെണ്ണേ. സത്യം അവളോട് ആർദ്രമായി പറഞ്ഞു. അവൾ അനങ്ങിയില്ല. നിന്റെ പിണക്കം മാറ്റാൻ എനിക്ക് അറിയാടി കള്ളി. കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് സത്യവളുടെ കാൽവെള്ളയിൽ വില്ലുകൾ കൊണ്ട് തഴുകി. അവൾ ഇക്കിളി കൂട്ടി. അടുത്ത നിമിഷം അവൻ്റെ മിഴികൾ കൂർത്തു. അവളുടെ ഇളം ഇംഗിതത്തിലെ കാൽവെള്ളയിൽ എന്തോ കടിച്ചതുപോലെ രണ്ട് പല്ലിൻ്റെ പാടുകൾ കണ്ട് സത്യ അതിലൊന്ന് തഴുകി. അവൻ്റെ മിഴികൾ ചുവന്നു. അവൻ പിടപ്പോടെ ശിവയുടെ തലഭാഗത്തേക്ക് പാഞ്ഞു ചെന്നു. പാറുമോളെ. അവൻ അവളെ ഭ്രാന്തമായി കുലുക്കി വിളിച്ചു. അവളിൽ നിന്ന് നേരത്തൊരു മൂളിൽ വന്നതും അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. ഉറങ്ങരുത് പ്ലീസ്, കണ്ണു തുറക്ക്. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവളെ വാരിയെടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടി. ഹാളിൽ നിന്ന് ചായ കൊടുക്കുകയാണ് കിരണും മഞ്ജുവും സ്റ്റീഫനും കോശിയും. കീർത്തും പിള്ളേർ സെറ്റും മറു സൈഡിൽ നിന്ന് ഗെയിം കളിക്കുന്നുണ്ട്. അപ്പോഴാണ് സത്യ ശിവയും കൊണ്ട് അവിടേക്ക് പാഞ്ഞു വന്നത്. കിരൺ. സത്യയുടെ അലറലിൽ എല്ലാവരും ഞെട്ടിവിറച്ചു. കിച്ചു കാര്യം അറിയാതെ ഇരുന്നിരുന്ന് വേഗം എഴുന്നേറ്റു. വേഗം വണ്ടിയെടുക്ക്, എൻ്റെ പാറിന് പാമ്പ് കടിയിട്ടുണ്ട്. മുഖം മുഴുവനും വലിഞ്ഞു മുറുകി നിറഞ്ഞ മെഴികളുമായി ഒരു ഭ്രാന്തനെ പോലെ നിൽക്കുന്നവനെ കണ്ട് എല്ലാവരും ആകെ ഭയന്ന് വിറച്ചു പോയി. കിരൺ വേഗം മുറ്റത്തേക്ക് ഓടിയിറങ്ങി. കോശി പോക്കിൽ നിൽക്കുന്ന കാറിൻ്റെ കീഴെടുത്ത് കിരണ് നേരെ എറിഞ്ഞു. അവനത് ക്യാച്ച് പിടിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഓടി. ആ തറവാട് മുഴുവനും ശിവയുടെ അവസ്ഥയിലാകെ പകച്ചു നിന്നു. സത്യക്ക് ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി. അവൻ അടക്കി നിർത്താൻ കിരണ് വല്ലാതെ കഷ്ടപ്പെട്ടു. ദേഷ്യമൊട്ടും നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ സ്വയം വേദനിപ്പിച്ചും അവനെ തടയാൻ ശ്രമിക്കുന്ന കിരണിനെ എടുത്ത് അടിച്ചുമെല്ലാം അവൻ തൻ്റെ രോഷം അടക്കാൻ പാടുപെട്ടു. ആ ഹോസ്പിറ്റലിലെ പലരും അവൻ്റെ ഈ കാട്ടുകൂട്ടിലൊക്കെ കണ്ട് ഭയന്ന് വിറച്ചു. പാറുവിനെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ 2 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. എന്നിട്ടും ഡോക്ടർ ഇതുവരെയും തങ്ങളോടൊന്നും പറഞ്ഞില്ല എന്നതുകൊണ്ട് തന്നെ കിരണിനും ആകെ ടെൻഷനായി. സത്യയുടെ ജീവനാണ് അവൻ്റെ പാറു. അവളെ നഷ്ടമായാൽ പിന്നീട് സത്യയെ നോർമൽ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കില്ലെന്ന് കിരണിന് നന്നായിട്ട് അറിയാമായിരുന്നു.
ഡോക്ടർ പുറത്തേക്ക് വന്നതും സത്യ അയാൾക്ക് നേരെ പാഞ്ഞു ചെന്നു. എത്ര നേരമായിട്ടു താൻ അകത്തോട്ട് കയറിയിട്ട് അവൾക്ക് എങ്ങനെയാണെന്ന് പറയുന്നുണ്ടോ? കടുപ്പമേറിയ അവന്റെ സ്വരത്തിൽ ഡോക്ടർ ഒന്ന് വിരണ്ടുപോയി. ചോദിച്ചത് കേട്ടില്ലേ? അവൻ അയാൾക്ക് നേരെ അലറിയതും അവർക്ക് ചുറ്റും ആളുകൾ തടിച്ചുകൂടി. കിരൺ വേഗം തന്നെ അവരെയൊക്കെ പിരിച്ചുവിട്ടു. പേടിക്കാനൊന്നുമില്ല, ഏതോ വേഷം കുറഞ്ഞ് ഞാനാണ് കഴിച്ചത്, നീർക്കൂലിയാണെന്ന് തോന്നുന്നു. നാളെ നേരം വെളുക്കുന്നത് വരെ ഉറങ്ങാൻ അനുവദിക്കരുത്, പിന്നെ ഭക്ഷണം കൊടുക്കരുത്. നാളെ ആകുമ്പോൾ വിഷം പൂർണ്ണമായി ഇറങ്ങും. വീട്ടിൽ കൊണ്ടുപോകുന്നില്ല, അങ്ങനെ ആകാം. മെഡിസിൻ ഞാൻ എഴുതി തരാം. ഡോക്ടർ അങ്ങനെ പറഞ്ഞപ്പോഴാണ് സത്യക്കല്പം ആശ്വാസം തോന്നിയത്. അവൻ ശ്വാസം ഒന്ന് നീട്ടിയെടുത്ത് വിട്ടുകൊണ്ട് അവിടെയുള്ള ഒരു ചെയറിലേക്ക് തളർന്നിരുന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി. കിരണിന് അവൻ്റെ അവസ്ഥ കണ്ട് സങ്കടം വന്നു. ഇത്രയും തകർന്നൊരവസ്ഥയിൽ ഇതിനു മുമ്പ് ഒരിക്കലും താൻ അവനെ കണ്ടിട്ടില്ലെന്ന് ഓർത്തു. മണിക്കൂറുകൾ വീണ്ടും പിന്നിട്ടു. കിരൺ ഡിസ്ചാർജ് കാര്യങ്ങൾക്കായി ഓടി നടന്നു. ഒടുവിലെല്ലാം കഴിഞ്ഞ് അവളെ വീൽ ചെയറിൽ പുറത്തേക്ക് ഇറക്കിയതും സത്യമെന്നവളെ തൻ്റെ കയ്യിൽ കോരിയെടുത്തിരുന്നു. അവൻ്റെ കൈകളുടെ മുറുക്കവും മുഖത്ത് കല്ലിച്ച ഭാവവും ശിവയെ ഭയപ്പെടുത്തി. അവൻ്റെ ഭ്രാന്തൻ ഉണർന്നു കഴിഞ്ഞു എന്ന് അവൾക്ക് മനസ്സിലായി. ശിവയെ സത്യ കാറിലേക്ക് കയറ്റുമ്പോൾ കിരൺ ഇരുവരെയും ഒന്ന് നോക്കി. ശിവയുടെ കണ്ണുകളിൽ നിറയെ സത്യയോടുള്ള ഭയമാണ് നിറഞ്ഞു നിൽക്കുന്നതെന്ന് കാണെ കിരണിന് അവളോട് സഹതാപം തോന്നി. എന്നാൽ ശിവയിൽ നിന്ന് കണ്ണെടുത്ത കിരൺ സത്യയുടെ മുഖം കണ്ട് ഒരു മാത്രം വിറച്ചു പോയിരുന്നു. അത്രയും ഭയാനകമായ വന്യത നിറഞ്ഞ അവൻ്റെ ഭാവം കിരണിന് എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ല. കാരണം ശിവയെ നഷ്ടമാകുന്നൊരു ചിന്ത വന്നാൽ തന്നെ സത്യ വയലൻ്റാകും. ഇപ്പം ഇങ്ങനൊരു അവസ്ഥ വന്നാലോ സത്യ തൻ്റെ ദേഷ്യവും സങ്കടവും തീർക്കാൻ ശിവയെ തീർച്ചയായും ദ്രോഹിക്കുന്നു അവന് ഉറപ്പാണ്. സത്യയെ അടുത്തറിഞ്ഞവന് അവൻ്റെ ചില ഭാവങ്ങൾ എന്താണെന്ന് വ്യക്തമായി തന്നെ അറിയാമായിരുന്നു. സത്യയുടെ കാറ് മാളികശ്ശേരിയുടെ മുമ്പിൽ വന്നു നിന്നതും വീട്ടിലുള്ളവരൊക്കെ അവരെയും കാത്തുന്ന പോലെ ഉമ്മർത്തേനുണ്ടായിരുന്നു. കിരണാണ് ആദ്യം ഇറങ്ങിയത്. സ്റ്റീഫനും കോശിയും എല്ലാം ആകെ ടെൻഷനിലാണ്. വലിഞ്ഞു മുറുകിയ മുഖത്തോടെ സത്യ പുറത്തേക്ക് ഇറങ്ങി. സത്യയുടെ വലിഞ്ഞു മുറുകിയ മുഖഭാവം കണ്ട് അവിടെ നിന്നവരൊക്കെ മുഖം ചുളുക്കി. അതൊന്നും തീരെ ശ്രദ്ധിക്കാതെ അവൻ ഉമ്മറത്തേക്ക് പാഞ്ഞു കയറി. കിരണും ശിവയും അപ്പോഴേക്കും കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ശിവയെ കണ്ടതും എല്ലാവരും അവൾക്ക് അടുത്തേക്ക് നടന്നു. അവൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അവളെ നേരിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി. ആശ്വാസത്തോടെ ഷാരി നെഞ്ചിൽ കൈവച്ച് ഈശ്വരനോട് നന്ദി പറഞ്ഞു. പെട്ടെന്ന് സത്യ അവിടെ നിന്ന് ഭയന്ന് പറിച്ച് പതുങ്ങി നിന്ന വേണിയുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അവളെ നടുമുറ്റത്തേക്ക് എടുത്തെറിഞ്ഞു. ആ വേണിയുടെ കരച്ചിൽ കേട്ട് എല്ലാവരും ആകെ ഞെട്ടി വിറച്ചു പോയി. മുറ്റത്തേക്ക് ഇറങ്ങിയവരൊക്കെ തിരികെ പേടിയോടെ വേണിക്ക് അടുത്തേക്ക് വന്നു. എന്നാൽ അവിടെ നിൽക്കുന്ന സത്യയുടെ മുഖം കണ്ടതും എല്ലാവരും ഒന്ന് വിറച്ചു പോയി. സത്യയുടെ അങ്ങനെ ഒരു ഭാവം ആ വീട്ടിലുള്ളവർ ആദ്യമായി കാണുകയായിരുന്നു. ആർക്കും ഒന്ന് ചലിക്കാൻ പോലും കഴിഞ്ഞില്ല. കീർത്തുവും വൈദവും പ്രവിയും അഞ്ജുവും എല്ലാം വിറച്ചു മരിക്കുന്ന അവസ്ഥയിലെത്തി. വേണി സത്യയെ ദയനീയമായി നോക്കി വിരുമ്പി. സത്യ തൻ്റെ അരയിലെ ബെൽറ്റ് വലിച്ചെടുത്തതും വേണി വിറച്ചു പോയി. നിനക്ക് ഞാൻ തന്ന ജോലി എന്താണ്? മുറുകിയ ശബ്ദത്തോടെ സത്യ ചോദിച്ചതും വേണി അവനെ പേടിയോടെ നോക്കി. ആൻസർ മീ ഡാമിറ്റ്. അവൻ അലറിയതും വേണി ഞെട്ടി വിറച്ച് തൻ്റെ മിഴികൾ മൂടി. ശിവാനി മേഡത്തെ സംരക്ഷിക്കുക. വേണി വിറച്ചുകൊണ്ട് ഉത്തരം പറഞ്ഞു. എന്നിട്ട് നീ നിന്റെ ജോലി കൃത്യമായി ചെയ്തോ വേണി? അവൻ്റെ അടുത്ത ചോദ്യത്തിൽ വേണി കുറ്റബോധത്തോടെ തല താഴ്ത്തി. ഞാൻ നിനക്കൊരു 100 വട്ടം മുന്നറിയിപ്പ് തന്നിട്ടില്ലേ? എന്നിട്ടും പലപ്പോഴും നീ അത് പാലിച്ചില്ല. തോട്ടിലോ പാടത്തൊക്കെ കണ്ടുവരുന്ന ഒരുതരം പാമ്പ് ഇത്രയും ദൂരെയുള്ള ഈ വീട്ടിലേക്ക് കയറി എന്തായാലും അവളെ കടിക്കില്ല. സത്യയുടെ വാക്കുകൾ കേട്ട് ശരിക്കും പറയുന്നത് പ്രവിയും കീർത്തുവും മഞ്ജുവും വൈദവുമാണ്. 4 പേരും പരസ്പരം പേടിയോടെ നോക്കി. എന്താണ് സംഭവിച്ചെന്ന് കൃത്യമായി പറഞ്ഞോ? സത്യയുടെ ആജ്ഞയിൽ വള്ളി പുള്ളി തെറ്റാതെ വേണിയെല്ലാം പറഞ്ഞു കൊടുത്തു. സത്യ ചുവന്ന മുഖത്തോടെ പേടിച്ച് നിൽക്കുന്ന 4 ഒന്ന് നോക്കി. എല്ലാം പൂർത്തിയായെന്ന പോലെ 4 തൻ്റെ കണ്ണുകൾ മൂടി. ആ പെട്ടെന്നാണ് വേണിയുടെ കരച്ചിൽ അവിടെ ഭാഗം ഉയർന്നത്. വേണിയുടെ കരച്ചിൽ കേട്ട് കിടുങ്ങിക്കൊണ്ട് എല്ലാവരും അവളെ നോക്കി. ഇതേസമയം സത്യ അവൾക്ക് നേരെ വീണ്ടും തൻ്റെ കയ്യിൽ നിന്ന് ബെൽറ്റ് ആഞ്ഞു വീശിയിരുന്നു. ആ കാഴ്ച കണ്ടു നിൽക്കാനാവാതെ പലരും കണ്ണടച്ചു നിന്നു. കീർത്തുവും മഞ്ജുവും ഒക്കെ പേടിയോടെ വിതിപ്പിക്കരഞ്ഞു. ആ സമയം സത്യയുടെ അസുരഭാവം വെളിയിൽ വന്നിരുന്നു. നിന്റെ ഉത്തരവാദിത്തം നീ മറന്നു. കൂടിയനും വലതുമായിരുന്നു അവളെ കടിച്ചതെങ്കിൽ താൻ എന്ത് ചെയ്തേനെ? പൊന്ന മോളെ, നീ ഒറ്റൊരുത്തി കാരണ എൻ്റെ കൊച്ച്. വേണിക്ക് നേരെ അലറിക്കൊണ്ട് അവൻ വീണ്ടും അവൾക്ക് നേരെ ബെൽറ്റ് ഉയർത്തിയതും ശിവ ഓടിച്ചെന്ന് അവനെ തടഞ്ഞു. അടുത്ത നിമിഷം ശിവക്ക് തൻ്റെ കവൾ പറഞ്ഞു പോകും പോലെ തോന്നി. കവളിൽ കിട്ടിയ അടിയിൽ അവളാകെ മരവിച്ച് നിന്നുപോയി. അവൻ അവൾക്ക് നേരെ ദേഷ്യത്തിൽ വിരൽ ചൂണ്ടി മാറി നിൽക്കാൻ പറഞ്ഞു. വേണി ഉറക്കെ കരഞ്ഞു. എല്ലാവരും അവളെ സഹതാപത്തോടെ നോക്കി. സ്റ്റീഫൻ കിരണിനെ നോക്കി കണ്ടുകൊണ്ട് കെഞ്ചി. ശിവയെ അവൻ തല്ലിയെങ്കിൽ താൻ പറഞ്ഞാലും അവൻ പിന്മാറില്ലെന്ന് കിച്ചുവിന് ഉറപ്പായിരുന്നു. സത്യയുടെ അസുരഭാവം കണ്ട് വിറച്ചു പോയി എല്ലാവരും. സത്യ വേണിക്ക് നേരെ തിരിഞ്ഞു. അവൾ പേടിയോടെ അവനെ നോക്കി. വേണി, ദേ ഈ നിൽക്കുന്നവളെ കണ്ടോ നീ? ഇവളുടെ ശരീരത്തിലാണ് എൻ്റെ ജീവൻ അടങ്ങിയിരിക്കുന്നത്. ഇവളൊരുത്തി എന്നാൽ എനിക്ക് ഭ്രാന്താണെന്ന് അറിഞ്ഞു വെച്ചിട്ടും നീ എന്തിനിങ്ങനെ ചെയ്തു? പനി പിടിച്ച് കിടന്നവളെ തോട്ടിൽ കുളിക്കാൻ അനുവദിച്ചത് എന്തിനാണെന്ന്? സത്യ അവൾക്ക് നേരെ അലറി. വേണി ഭീതിയോടെ അവനെ നോക്കി. സത്യ ശിവക്ക് നേരെ തിരിഞ്ഞു. അവളുടെ കൈമുട്ടിൽ പിടിച്ച് അവനവളെ തനിക്ക് നേരെ തിരിച്ചു. നിനക്ക് ഈ ലോകത്തെ എന്നോടൊടിച്ച് ബാക്കി എല്ലാവരോടും സ്നേഹവും കരുതലും ഉണ്ടല്ലടി. എന്നെ നീ എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? നീ ഒരുത്തിയിൽ മാത്രം ചുരുങ്ങിപ്പോയി എൻ്റെ ജീവിതം, പ്രണയം ഇതൊന്നും നിനക്ക് അറിയേണ്ടല്ലോ. അവൻ്റെ വാക്കുകളിൽ ശിവ ഉത്തരം മുട്ടി നിന്നുപോയി. സത്യയോട് ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവൾക്ക് അറിയാമായിരുന്നു. പെട്ടെന്ന് സത്യം മറ്റാരെയും ശ്രദ്ധിക്കാതെ ശിവയെ പൊക്കിയെടുത്ത് തോളിലിട്ടുകൊണ്ട് അവരുടെ മുറിയിലേക്ക് നടന്നു.
അവൻ പോയ അടുത്ത നിമിഷം എല്ലാവരും വേണിക്ക് അടുത്തേക്ക് ഓടി വന്നു. അഞ്ചവളെ പതിയെ തടവി കൊടുത്തു. ഷാരി പതിയവളെ പിടിച്ച് സോഫയിലിരുത്തി. പ്രവി ഓടിപ്പോയി കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വേണിക്ക് കൊടുത്തു. ആർത്തിയോടെ വേണി ആ വെള്ളം മുഴുവനും കുടിച്ചു തീർത്തു. ഇതെല്ലാം കണ്ട് വൈദ്യുവിന് നല്ല ദേഷ്യം വന്നു. അവളത് തുറന്ന് വേണിയോട് ചോദിക്കുക തന്നെ ചെയ്തു. ചേച്ചിയാളുടെ വീട്ടിലെ ജോലിക്കാരാണെന്നും പറഞ്ഞ് ചേച്ചി തല്ലാനുള്ള അധികാരമൊന്നും അയാൾക്കില്ല. ഇങ്ങനെയാണെങ്കിൽ ഈ ജോലി അല്ലെങ്കിൽ വേറൊന്ന് നോക്കിക്കൂടെ? ഇട്ടെറിഞ്ഞ് പോണം, അവൻ്റെ ഒരു പാട്ടി ഷോ. വൈദ്യു അമർഷത്തോടെ പറഞ്ഞതും വേണി അവളെ നോക്കിയത് പുഞ്ചിരിച്ചു. എൻ്റെ ദൈവമാണ് അദ്ദേഹം. ഞാനൊരു തെറ്റ് ചെയ്തു, അദ്ദേഹം എന്നെ ശിക്ഷിച്ചു, അത്രേ ഉള്ളൂ. സാറിൻ്റെ മനസ്സ് കുറച്ചൊക്കെ എനിക്കും മനസ്സിലാകും. ശിവാനി മേടത്തെ അത്രയ്ക്ക് ഇഷ്ടമാണ് സാറിന്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്. സത്യയെ ന്യായീകരിക്കുന്ന വേണിയെ കണ്ട് എല്ലാവരും കണ്ണുപിടിച്ചു പോയി. ഇതേസമയം മുറിയിലേക്ക് കയറിയ സത്യ ശിവയെ ബെഡിലേക്ക് എടുത്തിട്ടു. അവൾ പേടിയോടെ അവനെ നോക്കി. ചീ, കണ്ണു തുടക്കടി നായിൻ്റെ മോളെ. സത്യയുടെ അലറിൽ ശിവ പേടിയോടെ തൻ്റെ 2 കണ്ണും അമർത്തി തുടച്ചു. ഞാൻ എന്ത് ചെയ്താലടി നീ എന്നെ ഒന്ന് മനസ്സിലാക്കുന്നത്? സ്വയം ഇല്ലാതാകട്ടെ ഞാൻ. സത്യയുടെ ഭ്രാന്തമായ ഭാവത്തിൽ ശിവയാകെ തറഞ്ഞു നിന്ന് പോയി. സത്യയുടെ മിഴികൾ ചോരച്ചൂപ്പായി. അവൻ സ്വന്തം ശരീരത്തിൽ നിന്ന് ഷർട്ട് വലിച്ചൂരി എറിഞ്ഞു. ശിവ അവനെ ഞെട്ടിലോടെ നോക്കി. വന്യമായ ചിരിയോടെ സത്യയുടെ ടേബിളിലിരുന്നൊരു പേന കയ്യിലെടുത്തുകൊണ്ട് അവൾക്കൊന്ന് ചിന്തിക്കാനുള്ള സമയം പോലും കൊടുക്കാതെ അതവൻ സ്വന്തം ശരീരത്തിലേക്ക് കുത്തിയിറക്കി.